വസന്ത്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആര് പടനയിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ജനങ്ങൾ അതും കണക്കിലെടുക്കും എന്നതാണ് കരുതുന്നത്. പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്ന് തന്നെ അതായി മാറുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നണി പോരാളികൾ തങ്ങളാണ് എന്ന ഒരു സന്ദേശം നൽകുന്നത്. ഈ ഫെഡറൽ സംവിധാനങ്ങൾക്കെതിരായ നീക്കങ്ങൾ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കം, ഇതൊക്കെയും കേരളത്തെ മാത്രം ബാധിക്കുന്നതല്ല, പല സംസ്ഥാനങ്ങളും അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങളുണ്ട് എന്നൊരു സന്ദേശം നൽകുമ്പോൾ നിങ്ങളിവിടെ മോദിയുടെ പേര് പറയുന്നില്ല, അത് പറയുന്നില്ല, ഇത് പറയുന്നില്ല എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനം കണക്കിലെടുക്കുമോ? അത് അല്ല, രേണു, രണ്ട് കാര്യത്തിന് ഉത്തരമുണ്ട്. ഒന്ന്, രേണുവിന്റെ ചോദ്യം, അതായത് നോക്കൂ, മുന്നണി പോരാളികൾ ഞങ്ങളാണെന്ന് പറയുന്നവർ 4 സീറ്റിലാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോയ 10 സീറ്റിൽ. ഇപ്പൊ രാജസ്ഥാനിൽ കോൺഗ്രസ് CPM-ന് ഒരു സീറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സീറ്റിൽ പോലും BJP-ക്കെതിരായി മത്സരിക്കുന്നില്ലാത്തവർ ഞങ്ങളാണ് BJP എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പാർട്ടി ക്ലാസുകളിൽ മാത്രം ഓടുന്ന ക്യാപ്സ്യൂളാണ്, അത് വെളിയിൽ ഓടില്ല. അത് മനസ്സിലാക്കുക. രണ്ടാമത്, ഈ കേസിൽ നേരത്തെ അങ്ങ് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ പറ്റിയില്ല, പ്രകാശൻ മാസ്റ്ററിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ തന്നെയാണ്. വളരെ കൃത്യമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിത്തിൻ എ റീസണബിൾ ടൈം എന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അദ്ദേഹം വായിക്കുന്നത് ഈ പഞ്ചാബ് കേസിലെ വിധിയാണ് അദ്ദേഹം വായിക്കുന്നത്. ആ പഞ്ചാബ് കേസിലാണ് ഈ റീസണബിൾ ടൈം ഷുഡ് ബി എ ജസ്റ്റിഫയബിൾ ടൈം എന്ന് കോടതി പറയുന്നത്. അതായത് നീതിപൂർവമായ ഒരു സമയമായിരിക്കണം. പക്ഷെ നോക്കൂ, 2 വർഷം വെച്ച് താമസിപ്പിച്ചു ആര്? ഗവർണർ. ആ 2 വർഷവും ആര് നിയമ നടപടികൾക്ക് പോയില്ല? കേരളം നിയമ നടപടിക്ക് പോയില്ല. അതിന്റെ ഇടയിൽ കാശ്മീരിൽ നിന്ന് വന്ന ലഡു ക്ലിഫ് ഹൗസിലേക്ക് പോയി, ക്ലിഫ് ഹൗസിൽ നിന്നുള്ള ജിലേബി ഗവർണറുടെ വീട്ടിലേക്കും പോയി. ചില സെറ്റിൽമെന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സെറ്റിൽമെന്റുകൾ പൊളിഞ്ഞ സമയത്താണ് 2 വർഷം കാത്തിരുന്നിട്ട്. എന്തുകൊണ്ടാണ് 2 വർഷം? നമ്മുടെ നീതി നിഷേധമാണിത്. ഈ സംസ്ഥാനത്തിന്റെ ശ്രീ വസന്ത്, ജിലേബി എങ്ങോട്ട് പോയാലും ഇപ്പോ ഹർജി സുപ്രീം കോടതിയിലോട്ടാണ് പോയിരിക്കുന്നത്. എന്തോ കേട്ടില്ല. ജിലേബി എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോ ഹർജി എന്തായാലും സുപ്രീം കോടതിയിലുണ്ടല്ലോ. അല്ല, 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തിനാണ് 2 വർഷം കാത്തിരുന്നത് രേണുക? 2 വർഷം എന്തിനാണ് കാത്തിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഗവർണർ വേഴ്സസ് എനി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള കേസുകളിൽ ഏറ്റവും അവസാനം ഫയൽ ചെയ്ത കേസ് കേരളത്തിന്റേതാണ്. പഞ്ചാബ് ഉണ്ടായിരുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ തമിഴ്നാട് സർക്കാരിന്റെ കേസുണ്ട്, വിവിധ കേസുകളുണ്ട്. ഒടുക്കം രക്ഷയില്ലാതെ വന്നപ്പോ 2ാമത്തെ വർഷമാണ് ഇവർ ഈ പറയുന്ന ഞങ്ങൾ മുന്നണി പോരാളികളാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ പോയ സ്റ്റാലിനും അതിനും മുമ്പേ പോയ പഞ്ചാബും ആരാണ്? അവരൊക്കെ പിന്നണി പോരാളികളാണോ? അല്ല. ഈ കേസിൽ ഞാൻ കാണുന്നത്, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ കാണുന്നത്, ഒരു വളരെ വലിയ ഒരു ലീഗൽ ഫൈറ്റിന്, ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോയ്ക്കുള്ള നല്ല കാര്യം തന്നെ. ഈ റീസണബിൾ